ബക്കറ്റ് ലിസ്റ്റ് ബാംഗ്ലൂർ ബംഗളൂരു. ലെറ്റ്സ് ഗോ. ക്യാമറ കാണിക്കും, നീ എന്തെങ്കിലും ഫോൺ കാണിക്കണം കേട്ടല്ലോ. ഫോണേ തന്നെ കാണിക്കാം. ഇപ്പോൾ സമയം 8:11. ബസ് എടുക്കായിരുന്നത് 7:55. ഞാൻ എത്ര മണിക്കാണ് എത്തിയത്? 7:55 ബസ്സിന് 7:56 1 മിനിറ്റ്. അത് ആക്ച്വലി നമ്മള് എനിക്ക് ഇങ്ങോട്ട് വരാൻ നേരത്തെ അവിടെ ആറ്റുകാൽ പൊങ്കലിന്റെ തിരക്കൊക്കെ ഉണ്ടായിരുന്നു. മീൻസ് അവിടെ ചുമ്മാ അല്ല, അവിടെ കുറെ ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ മറ്റേ അടുപ്പൊക്കെ കൂട്ടുന്നുണ്ട്. എനിക്ക് കറക്റ്റ് ടൈമിങ്ങിന് ഇറങ്ങാൻ പറ്റില്ല. എന്തായാലും ബക്കറ്റ് ലിസ്റ്റ് ബാംഗ്ലൂർ ബംഗളൂരു. ലെറ്റ്സ് ഗോ. ഇങ്ങനെ കുറെ ആൾക്കാരുണ്ട് ഇവിടെ. എനിക്ക് എക്സൈറ്റ്മെന്റ് ഉണ്ട് കൂടുതലും. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇങ്ങനെ ലോങ് റൂട്ട് ബസ്സിൽ പോകും. ഇപ്പൊ നല്ല തണുപ്പ് കേട്ടോ. എനിക്ക് എനിക്ക് ചൂടാ. ഭയങ്കര തണുപ്പെന്ന് പറഞ്ഞാൽ ഭയങ്കര തണുപ്പ്. ഞാൻ ജാക്കറ്റ് ഞാൻ ഇങ്ങോട്ട് താഴോട്ടേക്ക് കണ്ടത്. താഴോട്ടേക്ക് വെച്ച് ഇങ്ങോട്ടോ. ഇപ്പൊ കയ്യിലാണ്, ഫുള്ള് കയ്യിലാണ് അറിയണം. ഓ ബൈ ദ വേ, ദിസ് ഈസ് മൈ ന്യൂ വാച്ച്. ബൈ ദ വേ, ബർത്ത്ഡേക്ക് കിട്ടിയത് ഫ്രം കാർത്തിക്. മുട ഇതും എന്റെ ന്യൂ വാച്ച് കൂട്ടുകാരന്റെ അടിച്ചു മാറ്റി. നീ സ്ഥിരമാണോ? നീ അന്ന് ഇതുപോലെ ഇതും മറ്റേ മോശമാണല്ലേ? കഷ്ടമാ. ഞാനിപ്പോ ഇവിടെ ഇരുന്നിട്ട് എഡിറ്റ് ചെയ്ത് നോക്കി നമ്മുടെ വ്ളോഗ്. എന്തായാലും 8-10 മണിക്കൂർ ഉണ്ടല്ലോ അവിടെ വരെ എത്താൻ. ഹൈവേ എത്തി. പിന്നെയാണ് പൊളി. രാവിലെ എത്തുള്ളൂ. 9 സൂപ്പർ എക്സൈറ്റഡ്. പോയിട്ട് നോക്കാം എന്താ ഫസ്റ്റ്. അശ്വതി ബസ്, അതുപോലെ അശ്വതി ജോഡിയോൻ കളറില്ല. എന്താ അശ്വതി എന്ന് മാത്രമുള്ള സ്ഥലങ്ങളും ഇതെല്ലാം വരണം. വേറൊന്നുമല്ല, ചെറുക്കൻ്റെ എക്സിന്റെ പേരായിരുന്നു അശ്വതി അല്ലേ? എവിടെ മറന്നില്ലേ? എക്സിനായിരുന്നു അങ്ങനെ ഓർത്ത് വയ്ക്കില്ല. അത് ഭയങ്കര ഫാനാണ്. ആ സെക്കൻഡിന് മറന്നില്ലടാ തേച്ചിട്ട് പോയപ്പോ. അതൊക്കെ അത്രേ ഉള്ളൂ. പിന്നെ എനിക്ക് പിന്നെ ശരി, എനിക്കൊന്നും പറയില്ല എന്നെ പറ്റി. സിംഗിൾ പ്രസംഗ കൊച്ചി എത്തിയെന്ന് തോന്നുന്നു. ഭയങ്കര ട്രാഫിക്. മുട്ടായി കിട്ടി. താങ്ക് യു അമൽ CB. താങ്ക് യു. എടാ ക്ലൈമറ്റ് കൺട്രോൾ ഇതെന്തോ? ചാർജിങ് സോക്കറ്റ് ക്ലൈമറ്റ് കൺട്രോൾ. അപ്പോൾ നമുക്കറിയില്ല, നമ്മൾ ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ ഇതാണ് ഭക്ഷണം ഇപ്പോഴത്തെ. അയ്യോ, ഇത് ഷുഗർ കട്ടിങ് ആയിരുന്നതാ. ആയിരിക്കും. ചായ കുടിക്കിറങ്ങി. ഇതാണ് നമ്മൾ പോകുന്ന ബസ്. ജയ്സായ. ഉറക്കൊക്കെ എങ്ങനെയുണ്ട്? അയ്യാ, നല്ല തണുപ്പുണ്ട്. തണുപ്പെന്ന് പറഞ്ഞാൽ അവിടെ കയറിയപ്പോ നല്ല ചൂടാണെങ്കിൽ കൊള്ളാല്ലേ. ഇനി വീണ്ടും സുഖമായിട്ടുള്ള ഉറക്കം എല്ലാവർക്കും കിട്ടി. ഓക്കെ ബൈ. ചായ കുടിച്ചു. നല്ല ടയേർഡായിരുന്നു. ഇപ്പൊ കുടിച്ച് ചായ കുടിച്ച് ഇറങ്ങി. ഇനി വീണ്ടും സുഖമായിട്ടൊരു ഉറക്കം. എത്തുമായിരിക്കും. പിന്നെ എത്ര മണിക്കൂർ? 2 മണിക്കൂർ വേണ്ടി വരും. വീണ്ടും വരും. ബാക്കിയുണ്ടോ? 6 മണിക്കൂർ. മാനത്തെ പറവകളെ പോലെ നാം മുന്നോട്ട്, ദിശയില്ല വഴിയില്ലാതെ സഞ്ചാരം അങ്ങോട്ട്. ലോകത്തെ ഞാൻ അങ്ങ് സ്വന്തമാകാൻ മോഹിച്ച് കാലത്തെ കണ്ണ് ചിമ്മിയപ്പോ ചിന്തയോ. സമയം 11:18. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ബാംഗ്ലൂർ അല്ലെന്നാണ് തോന്നുന്നത്. ഇവിടെ ലംബോർഗിനി ഒന്നും കാണുന്നില്ല. കണ്ണിലൊക്കെ ഇരുട്ട് കയറുന്നു. നമ്മൾ ഉദ്ദേശിച്ച ബാംഗ്ലൂർ അല്ലടാ. എന്തായാലും നമ്മളിപ്പം 2 കിലോമീറ്ററും കൂടെ ഉള്ളൂ. അതായത് നമ്മളിപ്പോൾ ഇറങ്ങും. എന്നിട്ട് പോയിട്ട് ഫുഡ് അടി. റൂമാണ് പ്രശ്നം. നമ്മൾ റൂം എടുത്തെന്ന് പറഞ്ഞാൽ നമ്മൾ മടിവാള പുറകെയുള്ള 17 കിലോമീറ്റർ പുറകെ പോയിട്ട് കിടക്കണം. പേയ്മെന്റ് ചെയ്ത് കൺഫേം ചെയ്തതിന് ശേഷം അറിയണം 2 മടിവാള ഉണ്ടെന്നുള്ള കാര്യം. വളരെ സന്തോഷകരമായ നിമിഷമാണ്. എന്തായാലും പോയി നോക്കാം.
അങ്ങനെ നമ്മള് കറക്റ്റ് മടിവാല എത്തി. നമ്മൾ വന്ന ബസ്സാ പറയാനുള്ള. അത് നമ്മള് ചായ കുടിക്കാനുള്ള പരിപാടി. ഇപ്പൊ ചായ പഴംപൊരി. എടാ മലയാളിയാണ് ഇത്, മലയാളിയുടെ കടയാ. പഴംപൊരി, സുഖിയൻ, മുളക് ബജി. ചേട്ടാ മലയാളിയാണോ? ചേട്ടാ അറിയും മലയാളി? അല്ല എന്തെങ്കിലും ചായ കുടിച്ചിട്ട് ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ എങ്ങനെയോ റൂം എത്തണമെന്നാണ്. അപ്പൊ റൂമിലെത്തിയിട്ട് എക്സ്പ്ലോറേഷൻ. പക്ഷെ എനിക്ക് എക്സ്പ്ലോറേഷൻ ഇല്ല, എനിക്ക് വർക്കുണ്ട്. എനിക്കാണ് എക്സ്പ്ലോറേഷൻ. ഇവനാണ് എക്സ്പ്ലോറേഷൻ ഉള്ളത്. സോ ചായ ഇടി, ഒരു ചൂടുമില്ല, അടിപൊളി ചായ. ചൂടുമില്ല, മധുരമില്ല, വെറും വെള്ളം. ഒരു സ്ഥലം അറിഞ്ഞൂടാ, അതോ രണ്ടോ റൂം ബസ് വന്ന് ഇറങ്ങിയതിന്റെ ഫ്രണ്ടിൽ ഇവിടെ ഹോട്ടൽ. ഇവിടെ ഹോട്ടലൊക്കെ ഉണ്ടോ? ഇവിടെ നല്ല വില. ബാംഗ്ലൂർ മെയിൻ അല്ല, പക്ഷെ നമ്മള് മറ്റേത് എയർബിഎൻബി വഴിയാണ് ബുക്ക് ചെയ്തത്. അതില് അടിപൊളി വീടല്ലേ ഇത്? വീട് അടിപൊളി അപ്പാർട്ട്മെന്റ് ആണ്. അപ്പാർട്ട്മെന്റ് ഉള്ള വിത്ത് സ്വിമ്മിംഗ് പൂൾ ഉണ്ടെന്നൊക്കെ പറയണത്. പിന്നെ അവിടെ റിവ്യൂ നല്ല അടിപൊളി റിവ്യൂ ആയിരുന്നു. കുറച്ച് ആർത്തി മൂത്ത് അത്യാവശ്യം ഹൈജീൻ വേണമല്ലോ പോണ സ്ഥലത്തേക്ക്. അതുകൊണ്ട് എന്തായാലും ഇനി ചായ കുടിച്ചിട്ട് അങ്ങോട്ട് പോയി നോക്കാം. ഒരു ടാറ്റ കാണിക്കും. മഹീന്ദ്രയുടെ ഒരു പുള്ളിപ്പുലി വണ്ടി. ഇറങ്ങാത്ത വണ്ടിയാണ്. ഞാൻ ഡിസൈൻ ചെയ്ത് വെച്ചേക്കണായിരിക്കും. ഇറങ്ങണം ഫസ്റ്റ്. ടെസ്റ്റ് ചെയ്യാനാണ് ഞാൻ ഡിസൈൻ ചെയ്ത് വെച്ചേക്കുന്നത്. ഫസ്റ്റ് വണ്ടി നീ ഇറങ്ങണം ബാംഗ്ലൂരിൽ നിന്ന്. പോകുമ്പോൾ വാങ്ങിച്ചോണ്ട് പോവാ. അല്ലടാ ബുക്ക് ചെയ്ത ട്രെയിനിലാരും ഞാൻ ബുക്ക് ചെയ്തോളാം. ഞാൻ ആയിട്ടോളാം. നീ കാറ് അവിടെ എത്തണം. കാറ് കേരളത്തിൽ എത്തണം. മനസ്സിലായോ? 20-25 ലക്ഷം രൂപയൊക്കെ പൊട്ടിക്കണ്ടല്ലേ? അവിടെ ചെന്നിട്ട് നമുക്ക് പബ്ബി പൊട്ടിക്കാം. ഇനി 1000 രൂപ എങ്ങാനുണ്ട്. മനസ്സിലായ അമ്മയെ പൊടിച്ചു വിട്. ചതിച്ചു. കർണാടക മാപ്പിൽ ആദ്യം കാണിച്ചു 6 മിനിറ്റ്. ഞങ്ങൾ വിശ്വസിച്ചു അത് നല്ല റോഡ്. ഇപ്പൊ നോക്കിയപ്പോ 15 മിനിറ്റ് കാണിക്കുന്നു. ശരിക്കും ഞങ്ങളെ ഇങ്ങോട്ടാ കൊണ്ടുപോകണേ. കണ്ടറിയണം കോശി. ബാംഗ്ലൂർ ഡേയ്സിലെ സ്ഥലമൊക്കെ കാണാമെന്ന് പറഞ്ഞുകൊണ്ട് വന്ന് അവസാനം രോമാഞ്ചത്തിലെ സ്ഥലങ്ങൾ കണ്ടുകൊണ്ടിരിക്കും. വന്ന വഴി ഫുള്ള് കാടൊക്കെ. ഇവിടെ ആൾക്കാരെ കുറവാന്നാണ് തോന്നുന്നത് കേട്ടോ. പക്ഷെ വണ്ടിയുണ്ട്. ഒരു മനുഷ്യരെ ഞങ്ങൾ കണ്ടില്ല. റൂമിനകത്ത് കയറുന്ന മറ്റേ 4 പേര് ചുറ്റിലും നിൽക്കും. ഓ ഹായ് 4 പേര് എന്തിന്? വലിയ ആൾക്കാരുണ്ട്. ഏറ്റവും ടോപ്പാണ്. ഹായ് അയ്യോ ഐശ്വര്യം കിട്ടിയ. യെസ് ഫൈനലി. ഹായ് സുബേഷ്. അങ്ങനെ ബാംഗ്ലൂർ നമ്മളെ റൂമെത്തി. ഇവിടെ ടോട്ടൽ എന്തുവാ? ഇവിടെ വന്നപ്പോൾ തന്നെ ഒരു ബെഡ്. ഇവിടെ ഒരു ബെഡ് കിടപ്പുണ്ട് കേട്ടോ. പിന്നെ വേറെ റൂം. ഇവിടെ ഞാൻ കേട്ടാ. നിനക്ക് വേണമെങ്കിൽ ടോസ് ഇടാം. മനസ്സിലായി. ബെഡ് എനിക്ക് നീ തറ. എന്റെ സൈസ് കിട്ട ബെഡൊക്കെ ഉണ്ട്. വൃത്തിയുണ്ട്. സംഭവം അലമാരൊക്കെ ഉണ്ട്. ഇത് തുറക്കുമ്പോൾ ഒരാളെ തല ഇങ്ങനെ ഇരിക്കണം. അതാണ് ഫ്രിഡ്ജിരിക്കല്ലോ. സത്യം പറഞ്ഞാൽ ആംബിയൻസ് കുറച്ച് പേടി തോന്നണല്ലേ. ഒറ്റപ്പെട്ട സ്ഥലം ഇത്. എന്റെ രോമാഞ്ച സിനിമയിൽ കാണാൻ പോലെ. ടോയ്ലറ്റ് പേപ്പർ മോഹൻ തുടക്കാൻ പോയി. എയർ ഫ്രഷ്നർ ഇതെങ്ങനെ വർക്കാണ്? ഓ ഇങ്ങനെ ഇതൊന്നും എടുത്തിടണ്ട, ബോറായിരിക്കും. അല്ല ഇതേപോലെ നമ്മൾ വന്ന ഫ്രിഡ്ജ് ഫ്രിഡ്ജിനകത്ത് ആരെങ്കിലും തല വെട്ടി വെച്ചേക്കണ ഫ്രീസറിലുണ്ട്. കിച്ചണൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്തിനാണ്
വാഷിംഗ് മെഷീൻ ഇത് വർക്കാവണം, ഇത് വൃത്തിയുണ്ട്. കുഴപ്പമില്ല. ഇത് മറ്റേ എന്തോ എയർബിഎൻബി എന്ന് പറയുമ്പോൾ ഇതിന് വീട് എടുത്തിട്ട് വാടക കൊടുക്കണേണ്ട, നമുക്ക് ചെയ്യാം. നിനക്കുണ്ടോ ഫ്ലാറ്റ്? ഒന്ന് നെടുമങ്ങാട്, ഒന്ന് കാക്കനാട്. അപ്പൊ ഞാൻ ഇനി നേരെ വർക്കിലോട്ട് കിടക്കാൻ പോകണം. എനിക്ക് വർക്ക് ചെയ്യണം. വർക്ക് ചെയ്തിട്ട് വേണം വൈകിട്ടോട്ട് ഇറങ്ങാൻ. വൈകിട്ട് കോറമംഗലം പോകണം, കുറച്ച് പരിപാടിയുണ്ട്. അപ്പോൾ അത് നോക്കാം. ഓക്കെ. അപ്പോൾ വർക്ക് സെറ്റപ്പ് ഇതൊക്കെയാണ്. അത്യാവശ്യം നല്ല ആംബിയൻസ്, തണുപ്പുണ്ട് കേട്ടാ. ഇനി എഡിറ്റിങ്, അത് കഴിഞ്ഞിട്ട് 7-7:30 ആകുമ്പോൾ നമുക്ക് എന്നൊക്കെയാണ് ആഗ്രഹം. അപ്പൊ സാറേ ടൈം കൊല്ലപ്പെട്ടോ. ഗുഡ് മോർണിംഗ്. അങ്ങനെ ഇന്നലെ പരിപാടി കഴിഞ്ഞിട്ട്, പരിപാടി മീൻസ് എഡിറ്റിങ് കഴിഞ്ഞിട്ട് വേറെ ഒന്നിനും പോയിട്ടില്ല. എന്ന് പറഞ്ഞാൽ വീഡിയോ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് രാവിലെയായി. ഇന്നലെ രാത്രി ജസ്റ്റ് ഒന്ന് പുറത്തുപോയി ഒരു ജ്യൂസ് കുടിച്ചു. അതിനുശേഷം അമലിന്റെ ഒരു ഫ്രണ്ട് വന്നു. പുള്ളിക്കാരിയും അവനും കൂടെ കുറേ ഫുള്ളൊന്നും ഇറങ്ങി. ഞാൻ ടയേർഡായതുകൊണ്ട് പിന്നെ വന്ന വണ്ടിക്ക് തന്നെ തിരിച്ചു കയറി റൂമിൽ എത്തിയതിനു ശേഷം ഫുഡ് കഴിച്ചു. ഇപ്പൊ സമയം 7:30 എന്തോ ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഫുഡൊന്നും കഴിച്ചില്ല. അപ്പൊ പുറത്ത് ഫുഡ് കഴിക്കാന്ന് വെച്ചാൽ മാസ്ക് ഒക്കെ ഉണ്ട് കണ്ടേ, ഒരുത്തിനും അറിയാൻ പാടില്ല. അപ്പൊ ഇനി ഫുഡ് കഴിച്ചിട്ട് ഇന്നും ഇതുപോലെ സെയിം പ്ലാനിങ്, എന്തെങ്കിലും പുറം ലോകം കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോ പോയിട്ട് വരാം. പേരെന്തോന്ന്? വാട്ട് ഈസ് യുവർ നെയിം? കൂടെ ഉണ്ടല്ലോ. എനിക്ക് ഇവിടുത്തെ റെസ്റ്റോറൻറ്റ് ഒന്നും അറിയില്ല. അപ്പോൾ ഇവിടുത്തെ ഉള്ള സെക്യൂരിറ്റി എടുത്ത് ചോദിക്കട്ടെ. നീ ഉണ്ടോ ചോദിക്കും. റെസ്റ്റോറൻറ്റ് का नीचे रोड पे जाना है. ओके ठीक है. पोटर भाई ശല്യല്ലേ പോയി. വീട്ടിൽ പോടാ, ചേട്ടൻ ചോറയ്ക്കാൻ പൊട്ടി പോയി. അല്ല പാപ്പം കഴിക്കാൻ പോണു ബൈ. അപ്പോൾ ഇപ്പോൾ നമ്മൾ സ്റ്റേ അടിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ, എനിക്ക് ആ ഫ്ലാറ്റിൻ്റെ പേര് എനിക്ക് ഇതുവരെ പിടിയിട്ടില്ല. കുറച്ച് പാടാണ് പിന്നെ പേര് പ്രൊണൗൺസ് ചെയ്യുന്നത്. ഇംഗ്ലീഷ് അല്ല വേർഡ്. അപ്പോൾ നമ്മൾ നിൽക്കുന്ന എൻ്റെ ഫ്രണ്ടിലുള്ള പട്ടിയായത് കൂടെ തന്നെ പറഞ്ഞു, ദൈവം ഇത് വാങ്ങിച്ചു കൊടുക്കുക, ഞാൻ ഇനി എവിടെ നിന്ന് ലോൺ എടുക്കും. ഇത് അത്യാവശ്യം കൊള്ളാം, കുഴപ്പമില്ല. പക്ഷേ ഒരു ഉള്ളിലോട്ടുള്ള സ്ഥലമാണ് സംഭവം. കണ്ടോ, ഈ സ്ഥലത്തിൻ്റെ പേരാണ് ടേക്ക് ഡൈവേർഷൻ. നല്ല സ്ഥലം. ഞാൻ മാസ്കൂരി. ഇവിടെ ഓൾറെഡി നല്ല തണുപ്പ് കേട്ടോ, ക്ലൈമറ്റ് അടിപൊളി. അപ്പോൾ ആ സെക്യൂരിറ്റി മാമൻ്റെ അടുത്ത് ചോദിച്ചു, മാമനല്ല പയ്യൻ, അപ്പം അതിൻ്റെ അടുത്ത് ചോദിച്ചു റെസ്റ്റോറൻറ്റ് അടുത്ത് എവിടെ ഉണ്ടെന്ന്. ജസ്റ്റ് 1 കിലോമീറ്റർ അങ്ങോട്ട് പോയാൽ മതി. ഇവിടെ അടുത്തൊരു കടയില്ല. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനേയും മുന്നോട്ട് കൂടെ ഉള്ള ചെറുക്കൻ തേച്ച് പോയി കേട്ടോ. പാവം ഷർട്ടൊക്കെ കഴുകാക്കിയിട്ടൊക്കെ പോയി. ഇനി അവൻ ഒരേപോലെ ബിസ്ക്കറ്റെല്ലാം വാങ്ങിച്ചുകൊണ്ട് വരാം. ഓക്കെ. കുറച്ച് ദൂരം നടക്കുകയാണ് കേട്ടോ. നടന്നിപ്പം കോൺസ്ട്രക്ഷൻ വെജിറ്റൽസ് ഒണിജി ഇവിടെ എത്തി. ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ വായിക്കാൻ കുറച്ച് പാടാണ്. എവിടെ പോയാലും എന്തെങ്കിലും ഫിലിം ചെയ്ത് എവിടെ പോയാലും അമ്മയെ കൊണ്ടുപോകാൻ പറ്റില്ല, അച്ഛനെ കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം ഞാൻ തന്നെ എനിക്കൊരു അധികം പറ്റണം. കാരണം എല്ലായിടത്തും പോകുമ്പം
എനിക്ക് അപ്പാഴ്ച ചിലവുകൾ വളരെ കൂടുതലാണ്. എന്തായാലും അവരെ ഫ്യൂച്ചറിലേക്ക് കൊണ്ടുപോകണം. അപ്പം അമ്മ പറഞ്ഞതാ അറ്റ്ലീസ്റ്റ് ഫിലിം കുറച്ചെങ്കിലും വീഡിയോ എങ്കിലും എടുത്തിട്ട് വാ മക്കളെ എന്നാ പറയണത്. എന്ന് പറഞ്ഞാൽ അങ്ങനെയെങ്കിലും കാണാൻ പറ്റില്ല സ്ഥലങ്ങളൊക്കെ. ഓക്കെ, എന്നാ ഇവിടെ സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ, കുറേ സ്ഥലമുണ്ട്, വാങ്ങിച്ചിട്ട് നമുക്ക്. എന്താണ് അഭിപ്രായം? എടുക്കണ ഇത് മണ്ണൊക്കെ കൂട്ടിയിട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു സ്വർണ്ണഖനിയായിരിക്കും, ഗോൾഡ് മൈൻ ആയിരിക്കും ഇവിടെ. മറ്റേ KGF പറഞ്ഞ പോലെ അമ്മയ്ക്ക് വേണ്ടി ഈ സ്ഥലത്തുള്ള എല്ലാ സ്വർണ്ണം കൊണ്ടുവരുമെന്ന് പറഞ്ഞല്ലോ. എന്തായാലും നോക്കട്ടെ. ഞാൻ ഇപ്പോൾ ആദ്യം പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റുമോ കിട്ടും ഇവിടെ നടന്നിട്ട്. ബാംഗ്ലൂർ ഇത്രയും ഹൈടെക്കാണ് ഞാൻ കരുതിയില്ല കേട്ടോ. പറഞ്ഞപ്പോൾ വിശ്വസിച്ചില്ല. ഇതുണ്ടോ അവിടെ എവിടെയൊക്കെ കുപ്പിയൊക്കെയാണ് വളർന്നു നിന്ന്, മരത്തിൽ നിന്നൊക്കെ കുപ്പി. അങ്ങനെ തിരക്കും ബഹളമായിട്ടുള്ള റോഡൊക്കെ എത്തി. ആഫ്റ്റർ കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് തിരിച്ചു ഇതുപോലെ നടന്നു പോകണതിൻ്റെ ഭഗവതി എൻ്റെ അടുത്ത് ഒരു വണ്ടിയുണ്ട്. ഇവിടെ എവിടെയാണ് ഹോട്ടലെന്ന് പറഞ്ഞു പോയി. എന്തൊരു മാമ രാവിലെ തന്നെ നല്ല ട്രാഫിക്ക്. പിന്നെ മോണെ അങ്ങനെ ഫ്ലൈ ഓവറിൻ്റെ അടുത്തെത്തി. ഇവിടെ അടുത്തൊരു റെസ്റ്റോറൻറ്റ് ഉണ്ടെന്ന് അറിയില്ലേ, ഇതാണ് സംഭവം. അതായത് വെജ് റെസ്റ്റോറൻ്റ് ആണ്. എന്തായാലും പോയി കഴിക്കാം. ബെസ്റ്റ് ഞാൻ കഴിക്കാൻ ഇവിടെ ഇഡ്ഡലി വട പൂരി ഇതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ പൂരിയും കടലക്കറിയാം അങ്ങനത്തെ ഒരു കറിയാണ് പറഞ്ഞു. എനിക്ക് അറിയാൻ പേര് കറക്റ്റായിട്ടുണ്ട്. ഇവർ പറഞ്ഞത് മനസ്സിലായില്ല. സാധനം പറഞ്ഞിട്ടുണ്ട്. ഇഡ്ഡലി എല്ലായിടത്തും സെർവ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ നാഷ്യ എന്ന് പറഞ്ഞിട്ട് അവിടെ റോഡ് സൈഡിലൊക്കെ ഇഡ്ഡലിയും പിന്നെ ലെമൺ റൈസും അതൊക്കെയാണ് സെർവ് ചെയ്യണത് കൂടുതലും. എന്തായാലും ഞാൻ പൂരി പറഞ്ഞു നോക്കിയിട്ട് വരാം. ഈച്ചയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ കഴിച്ചിട്ടാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഇതാ റൂമിൽ തിരിച്ചെത്തി. ഇനി ഇത് അവനെ കണ്ടുപിടിക്കാൻ പോകണം. എറണാകുളത്തവ രാത്രി പോയതാണ്, ഇതുവരെ വന്നിട്ടില്ല. ഇനി അവനെ കണ്ടുപിടിക്കും. ആ വേറെ റൂം എടുത്ത് അവിടെ നിൽക്കണം. അത് തൊട്ടടുത്തുള്ള കോരമംഗലാണ് അവിടെ നിൽക്കുന്നത്. ഞാൻ ഒരു 10-20 കിലോമീറ്റർ ഇപ്പുറത്താണ് നമ്മൾ ആദ്യം റൂം എടുത്ത്. അപ്പം എപ്പോഴും അങ്ങോട്ട് പോകാൻ നല്ല പാടാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് വെക്കിയിട്ടാണ്. ഇവിടെ ഇപ്പോൾ ഒരു ടൈം 9 മണിയായി. ഇനി 10-11 മണിയൊക്കെ ആകുമ്പോൾ തിരിച്ച് നേരെ അങ്ങോട്ട് പോകണം. എന്നിട്ട് അവിടെ നിന്ന് വർക്ക് ചെയ്തിട്ട് വേണം ഇന്ന് വൈകിട്ടെങ്കിലും ഇറങ്ങാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. വൈകിട്ട് അപ്പം കറങ്ങാൻ പോവാൻ. ബാംഗ്ലൂർ എന്താണ് ഞാൻ കണ്ടില്ല. ഇപ്പോൾ പുറത്ത് പോയപ്പോൾ കുറേ ഗ്രാമങ്ങൾ കണ്ടു. അപ്പോൾ ലെറ്റ്സ് ഗോ, കണ്ടറിയണം ഖുഷി. ഇത്രയും നേരം എവിടെയായിരുന്നു? ഇന്നലെ രാത്രി എവിടെ പോയല്ലേ? നീയല്ലേ പറഞ്ഞ വേറെ റൂം നോക്കണതിന് അടുത്തുള്ള സിറ്റി കറങ്ങാൻ. നീ എന്നിട്ട് റൂം എടുത്തിട്ട് റൂമിൽ പോയി കിടക്കുക. ഞാൻ വാങ്ങു പോയില്ല. അവിടെ നിന്ന് ഇതുവരെ 20 കിലോമീറ്റർ. എടാ ഞാൻ അതേപോലെ പോയടാ. എന്നിട്ട് രാത്രി ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. നീ റൂം എടുത്തിട്ട് നീ പോയി കിടന്ന് ഉറങ്ങി. ഞാൻ അങ്ങ് തിരിച്ചു പോയി. ഫുഡ് കഴിക്കാൻ പോകണ്ട. അപ്പുറത്തൊരു ജോസ്മസ് ഓടിച്ചു നോക്കണം. Give away. Tag 5 people. അതേപോലെ നമുക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടാ. എന്തിനാണ് സബ്സ്ക്രൈബ് ചെയ്തതെന്ന് എനിക്കറിഞ്ഞൂടാ ആൾക്കാർ. പക്ഷെ 1000 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഗീവ് അവേ ചെയ്യാൻ വെച്ചത് അവിടെ 3 സാധനമുണ്ട്. ജെറ്റ് സ്കീ ഉണ്ട്, ഇത് പൊളാറൈസ്, ഡാഡി ഡൻകിന് ഉപയോഗിക്കുന്ന പൊളാറൈസ്, ഇത് പോലീസിൻ്റെ. ഇത് വേറെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കമൻറ്റ് ചെയ്യൂ. ഒരാളെ ഞാൻ ചൂസ് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു കട്ടായെന്ന് പറയാം. ഫുഡേക്ക് പോയി. ഗൈസ്, ഇവൻ ചോദിക്കുന്നു അവനെ കണ്ട ഹോംലെസ് ലുക്ക് ഉണ്ടോന്ന്. അതേ ഉള്ളൂ അല്ലേ? ഞാൻ ലൈവായിട്ട് ഉത്തരം പറഞ്ഞു. ആരോ പറഞ്ഞു താങ്കൾ ഹോംലെസ് ലുക്ക് ആണെന്ന്. കണ്ട മുടി വെട്ടാൻ പോലും പൈസ ഇല്ല. പോറാടാ, കുഴപ്പമില്ല. ഇപ്പൊ ഫുഡ് കഴിക്കാൻ പോകുന്നുണ്ട്. രാവിലെ നീ കഴിച്ചോടാ? ഇല്ല, ഞാൻ രാവിലെ പൂരി കഴിച്ചു, ചായ കുടിച്ചു. ഇനി ഇവിടെ അടുത്തൊരു മലയാളി കട ഉണ്ടെന്ന് പറഞ്ഞു. നീ ഉടായ്പാണെന്ന് അറിഞ്ഞൂടാ? അല്ലടാ, കൊള്ളാന്ന് പറയുന്നത്. കൊള്ളാം. ജോസ് മെസ്സി അല്ല ഊണിട്ടായിരിക്കും അല്ലേ? ഊണി തന്നെ അവൻ പറഞ്ഞു. ഊണോ? ഞാൻ ഊണ് കഴിച്ചോ. നോക്കാം എങ്ങനെയാണ് ചേർക്കാം. നല്ല തിരക്ക്. ഹോംലെസ് ലുക്കാ അല്ലെങ്കിൽ ഹോംലെസ് തന്നെയല്ലേ? നീ ഇപ്പൊ ഇനി കണ്ടുന്നിട്ട് പറയണോ? ഇഷ്ടപ്പെട്ടോ? 5 ലക്ഷം രൂപ കൂടുതൽ
5 ലക്ഷം രൂപ. എത്ര CC എത്ര? 487. കപ്പല കിട്ടും. അങ്ങനെ രാത്രിയായി. ഏതാ പാളയം? ST പാളിയ എന്ന് പറയുന്ന പാളയം, മലയാളികൾ കൂടുതലുള്ള സ്ഥലം. നമ്മൾ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ പോയി അവിടെ ആയിരുന്നല്ല, ജോസ്മിസ്. അപ്പൊ അവിടെ എല്ലാം മലയാളികൾ. ഇപ്പൊ ഈ സ്ഥലം സജസ്റ്റ് ചെയ്ത ആരാണ്? ഇവിടെ എന്തോ ഉണ്ടെന്നാണ് പറഞ്ഞത്. അങ്ങനെയല്ലല്ലോ അവൻ പറഞ്ഞത്. അതിവിടെ പറയാൻ പറ്റും. എന്തോ സ്ട്രീറ്റ് ആണ് എന്ന് പറഞ്ഞ് അതുകൊണ്ട് നമ്മൾ പോകണം. ഇതിപ്പോ നമ്മൾ പോയ വഴി ഇത് കുറച്ച് അറിയാവുള്ളൂ, ബാക്കി അങ്ങോട്ടാണ്. അവിടെ നിന്ന് ബാക്കി എങ്ങോട്ടുള്ള റൂട്ടാണെന്ന് അല്ല, വല്ല റൂട്ട് പറഞ്ഞു ശരിക്കും. റൂട്ടൊന്നും പറഞ്ഞു നമ്മള് പോയതിന്റെ അവിടെ ജോസ്മസ് സ്ട്രീറ്റ് ഉണ്ടല്ലോ, ജോസ്മസ് കടയിൽ സ്ട്രീറ്റ്. കഴിച്ചു. അങ്ങോട്ട് പോകണം. നമുക്ക് അവിടെ ചോദിക്കും. ഓക്കെ, നോക്കാം എന്തൊക്കെയുണ്ടോ. അവിടെ ഒന്നും ഇല്ലെങ്കിൽ അപ്പോഴേ തിരിച്ചറിയാം. കയറാൻ പറ്റിയ പബ്ബുള്ള സ്ഥലത്തോട്ട് അങ്ങോട്ട് പോവാം. അവിടേക്ക് നല്ലടാ. എന്തായാലും അങ്ങോട്ടും കൂടെ പോയി നോക്കാം. ഇവിടെ ആദ്യം നോക്കിയിട്ട് നമുക്ക് അങ്ങോട്ട് പോകാം. ഓക്കെ, ലെറ്റ്സ് ഗോ. എടാ ഇവിടെ ഇല്ലേ സ്ട്രീറ്റ് ഫുഡ് എന്ന് പറഞ്ഞിട്ട്, ഞാൻ ഇന്നലെ അയാളുടെ ഒരാൾ ചോദിച്ചു, ഒരു ഈ മറ്റേ ഊബർ പോലത്തെ ആളുണ്ടല്ലോ ബൈക്കിൽ പോണ, അപ്പൊ അയാൾ ചോദിച്ചു ഇവിടുത്തെ സ്ട്രീറ്റ് ഫുഡ് സ്പെഷ്യലൊക്കെ എന്താണ്? ദോശ, ഇഡ്ഡലി, ചട്നി എന്നൊക്കെ. അതാണ് സ്പെഷ്യൽ. എടാ പോടാ, ഞാൻ നോക്കിയപ്പോ എല്ലാം ഞാൻ ഇപ്പൊ കണ്ട കടയും അല്ല. ഞാൻ ഇന്നലെ അവിടെ പോയി വേറെ എന്തൊക്കെ വെറൈറ്റി സാധനങ്ങൾ കണ്ടായിരുന്നല്ലോ. അതാണ് എല്ലാവരും റൈസാണ് കഴിക്കണം ഈ സമയത്ത്. ലെമൺ റൈസ് ഞാൻ കണ്ട്. ഇപ്പൊ ഒരാൾ വേറെ ഫ്രൈഡ് റൈസ് എന്തോ കഴിക്കണം. ഞാനും അങ്ങനത്തെ സാധനങ്ങൾ തന്നെ കേട്ടുള്ളൂ. എല്ലാരും കൂടെ നമ്മളെ എടുത്ത് കൊല്ലൂടാ. ചേട്ടാ ഒരു മിനിറ്റ്. ചത്തില്ലെന്നേ ഉണ്ട്. എടാ ക്രോസ് ചെയ്യണം പോലും, ചുമ്മാ അങ്ങ് വന്ന് കയറിയാണ്. ഇവിടുത്തെ ഡ്രൈവിംഗ് ആണ് രസം കേട്ടാ. പറയാതിരിക്കാം, ഇതോ മതാമ പോകും. ഹെൽമെറ്റും ഇല്ല, ഒന്നും വേണ്ട. ഓവർ സ്പീഡ് ആയാലും വിഷയമില്ല. ഈ റാപ്പിഡോ എന്ന് പറയുന്ന ഈ സ്കൂട്ടർ ടാക്സി സർവീസ് ഉണ്ട്. അതിൽ ഇന്നലെ ഞാൻ പോയപ്പോ ഒരാൾ വന്നിട്ട് ഒരു സിഗ്നലും ഇല്ല, ഒന്നുമില്ല, എന്നിട്ട് ഹെൽമെറ്റും ഇല്ല. അത് മലയാളി അയാൾക്ക് ഹെൽമെറ്റും ഇല്ല, എനിക്ക് ഹെൽമെറ്റ് തന്നില്ല. എന്നിട്ട് ഇവിടെ നിർത്താതെ പോയടാ. ഞാൻ ഇന്ന് റാപ്പിഡോ കയറിയപ്പോൾ എന്നോട് ചോദിക്കുന്നത് ഹെൽമെറ്റ് വേണോ? ഹെൽമെറ്റ് വെച്ചിട്ട് ഞാൻ ഹെൽമെറ്റ് ചോദിച്ചു വാങ്ങിയടാ. എന്നിട്ട് രണ്ടാമത്തെ ആളിലാണ്, ഫസ്റ്റ് ആളിന്റെ ഒന്നുമില്ല കേട്ടാ. എന്നിട്ട് ഇയാൾ ഭയങ്കര ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ കൊല്ലാൻ വേണ്ടി കൊണ്ടുപോകും. അവന് വെട്ടിക്കണം എന്ന് പറഞ്ഞൂടാ, സ്ട്രേറ്റ് മാത്രമേ ഓടിക്കറിയുള്ളൂ. മനസ്സിലായിപ്പോ ഇതിപ്പോ നമ്മൾ സ്ഥലത്ത് തന്നെ പോകണം. അല്ല, വഴി തെറ്റി എന്നാണ് എന്റെ ഒരു നിഗമനം. നമ്മൾ വളഞ്ഞില്ലല്ലോ. എടാ ഈ വഴി വന്നാടാ നമ്മള് ബാംഗ്ലൂരിലെ വെച്ച് എത്തി. ഇതൊക്കെ ഏ സ്ഥലം? പ്രസ്റ്റീജ് ഗ്രൂപ്പാ. വീഡിയോ എടുത്തെടുത്ത് സത്യോടാ. തുടങ്ങി പാല്യ. ഇവിടെ നില്ല, നമുക്ക് നോക്കാം. നീ മാപ്പ് ഇട്ടോ. 2 മിനിറ്റ്. റെക്കോർഡിംഗ് വേണ്ട. ഒരു മാമൻ വന്നിട്ട് ഏയ് ജാക്സൺ എന്ന് ഫേസ് കണ്ടിരുന്ന സലീംകുമാർ എന്ന് പറഞ്ഞു, മറ്റേ ജാക്സൺ എന്ന് പറയാ. ഇങ്ങനെ വളയ്ക്കാൻ നോക്കിയത് ഇവിടെ ആൾക്കാരെ ഭയങ്കര പേടിയാണ് കേട്ടോ. ബാംഗ്ലൂരിലെ കോഴിക്കോട് ഫോട്ടോഷൂട്ടായി. അയ്യോ അതിൽ കൂടെ ഇല്ലേ. റോസി ഞാൻ കടിക്കുള്ളൂ. എന്റെ വീട്ടിലെ വണ്ടി പോലെ കേരള എന്റെ പട്ടിയടാ കണ്ട. നിനക്ക് 5 ഇല്ലേ ഇതുപോലെ പാവടായി. എന്റെ ഇതുവരെ കൈ വെച്ചിരുന്ന മറ്റേ ടോമൻ ചെറിയിൽ മറ്റേ അസ്ഥി കൂടാൻ വരെയല്ല, അതുപോലെ വരാം. പ്രകൃതി ഭംഗി ആസ്വദിക്കും. പാട്ടിയ അത്ര പോരാ, കുറവങ്ങല തന്നെ പോയിന്റ് വരും മിക്കവാറും. നമ്മളൊരു ഫ്രണ്ട് കൂടെ ജോയിൻ ചെയ്യും. ചാല ഉണ്ടല്ലോ, ചാല പോലെ ചാല മിന്നുന്ന ലൈറ്റ്. വലിയ പ്രതീക്ഷ വെക്കണ്ട എന്നും കൂടിയാണ് പറഞ്ഞത്. പാനിപ്പൂരി ഉണ്ടോ? കാണോ? റിസ്ക് എടുക്കണ്ട. നമ്മള് ഹെൽത്തി ആയിട്ട് മാത്രമേ കഴിക്കാറുള്ളൂ. അതെ ഹെൽത്തി ആയിട്ട് മാത്രം ഒന്നും കഴിക്കില്ല. ബഡ്ജറ്റ് ലാഭിക്കാൻ വേണ്ടി ഒന്നും കഴിക്കില്ല. വെള്ളം മാത്രം കുടിച്ച് വയറ് തള്ളക്കി വിളിയാ. നമുക്ക് ഇനി കുറമംഗലം പോവാം. പോടേ കാട്ടി. നമുക്ക് വണ്ടി ബ്ലോഗൊന്നുമില്ല, ചുമ്മാ റെക്കോർഡ് ചെയ്യും.
നീ നമ്മളെ പബ്ബി കൊണ്ടുപോകണം. പബ്ബിലോ? ഓ, നമ്മളിതുവരെ പബ്ബിൽ കയറിയില്ല. പോടാ. ഇന്നലെയൊക്കെ പിന്നെ എന്തായിരുന്നു പരിപാടി? ഇന്നലെ ഇവൻ വായി നോക്കി എവിടെയൊക്കെ പോയി സമയം കളഞ്ഞു. എന്തായിരുന്നു പരിപാടി? രണ്ടും കൂടെ എന്തോ നമ്മളെ ഫോൺ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നുണ്ടോ? വാ തിരിക്കാം. നീ സ്ഥലങ്ങളെ കാണിച്ചാടാ. ഇവ ഇപ്പൊ ഒരു കൂട്ടുകാരൻ വിളിച്ചു പറഞ്ഞ് ഇവിടെ അടിപൊളി സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞു. മന്തിയാ മണ്ടറ ചെറിയ ലൈറ്റ് ആയിട്ട് ജ്യൂസാ. ഒരു 500 രൂപ സ്ട്രീറ്റ് ഫുഡ്. അപ്പൊ അങ്ങോട്ട് അതിന്റെ പല്ലാണ് ഈ ട്രാൻസിഷൻ. ടോണിക്കിലാ? അത് കയറി നോക്കി ടോണിക്കിൽ എന്താണുള്ളത്. വിളിച്ച ടോണിക്ക് പോവാന്ന്. ഇവിടെ നോക്കിട്ട് മനസ്സിലാവുന്നില്ല അതിനകത്ത് എന്തോ ഇരിക്കുന്നത്. ടോണിക്ക് അമലിനറിയാം. അമൽ മണത്തെ കണ്ടുപിടിക്കും സ്ഥലങ്ങൾ. അയ്യോ അറിയില്ല. അയ്യോ ഞങ്ങൾ അറിഞ്ഞില്ല. എന്താടാ കുഴപ്പമൊന്നുമില്ല. കേറാൻ ഷൂട്ട് ചെയ്യാൻ സമ്മതിക്കില്ല ഏട്ടാ. ഞാൻ പറഞ്ഞു കൊടുക്കും. ഇച്ചിരി ദാഹങ്ങളെ ഇറക്കി വിടുന്നുണ്ടോ? പരുന്തിന്റെ ഇതാണ് പരുന്തിന്റെ പടം ഉള്ളത്. അടിച്ചാൽ പറക്കും അത്. അതിന് ഇത് ആർക്കാണ് ഇത്? മറ്റേ PewDiePie എന്ന് പറഞ്ഞ യൂട്യൂബറല്ലേ? ഇതൊക്കെ വിഷയം ഫോറിൻ ലിക്വേഴ്സ് ഉണ്ടാവും. എല്ലാം സൂപ്പർ എക്സ്പെൻസീവ്. 11,000 രൂപ. 2 ലക്ഷം എന്താ? 2 ലക്ഷം രൂപ മുടി ചിക്കണല്ല. അവര് ഇറക്കി പോകാൻ പറഞ്ഞു. വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. സോ അങ്ങനെ കോറമംഗല കുറച്ച് കറങ്ങി. വഴിയെന്ന് പറഞ്ഞൂടെ ഒന്ന് ചുറ്റും കറങ്ങി. ഇവൻ ഏതോ സ്ഥലം. നീ ഏത് സ്ഥലത്താടാ പോകാൻ ഉദ്ദേശിച്ച? ചർച്ച് സ്ട്രീറ്റ്. ചർച്ച് സ്ട്രീറ്റിൽ പോകാൻ ഉദ്ദേശിച്ചിട്ട് എവിടേക്ക് നമ്മൾ കറങ്ങി. ലാസ്റ്റ് കോറമംഗലയിൽ നിന്നാണ് വന്നത്. പക്ഷെ നമുക്ക് രണ്ടുപേർക്ക് അറിഞ്ഞൂടാ കോറമംഗലയിൽ ഈ സ്ഥലം. ഇവിടെ തന്നെ നമ്മൾ കറങ്ങി തിരിഞ്ഞ് വന്നു. ഇതായിരിക്കും 2 പിഴകൾ. വേണ്ട നമ്പർ 2. ലാസ്റ്റ് ഈ അങ്കിളിന്റെ ഈ കടയിൽ നമ്മൾ വന്നു. ഫുഡ് കഴിച്ചു. ഇത് നമ്മളെ ഇത് അണ്ണനെ പറഞ്ഞു വിട്ടിട്ട് നേരെ വീട്ടിൽ പോവാണ്. ഏടാ എനിക്ക് ബർത്ത്ഡേ ഇല്ലേ? ഓൺലി കേക്ക്. അപ്പൊ അവിടെ ഇനി നമ്മൾ ഇനി എന്തെങ്കിലും വരാൻ കേട്ടാ വിളിച്ചിട്ട് എന്നാ മാറി കിടക്കാന്ന്. അപ്പൊ എന്തായാലും ഈ അഡ്വഞ്ചർ അവിടെ വെച്ച് നിർത്താൻ പോവാ. ഇനി നാളെ എന്താന്നുള്ള പരിപാടി ഒരു ഐഡിയ ഇല്ല. നാളെ ചിലപ്പം ആസ് യൂഷ്വൽ 2 ദിവസം പോലെ തന്നെ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ട് തുടങ്ങും. വീഡിയോ തീരുമ്പോൾ പുറത്തിറങ്ങും. നാളെ മിക്കവാറും നാളെ ഉച്ചയ്ക്ക്, നാളെ മീൻസ് 3ാമത്തെ ദിവസമാണ്. ഉച്ചയ്ക്ക് നമ്മൾ ഇറങ്ങും. ട്രെയിൻ നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ട്. അതിന് നേരെ ട്രിവാൻഡ്രത്തേക്ക്. അങ്ങനെ ബക്കറ്റ് ലിസ്റ്റിൽ ബാംഗ്ലൂർ. അപ്പം ദാറ്റ്സ് ഇറ്റ്. കാണാം. നല്ലവനായ ഒരു ഉണ്ണി കാണണം. ഇവിടെ മറ്റേ സെന്റിമെന്റൽ പാട്ടൊക്കെ എടുക്കും കേട്ടോ. ഞാൻ കഴിച്ചോ. നമ്മള് ബിസ്ക്കറ്റ് നോക്കി കൊടുത്തോ ഉച്ചക്ക്. 2 കഴിച്ചോ. എന്റെ മനസ്സ് നല്ല മനസ്സ് കേട്ടോ. ഒന്നും പറയില്ല. ഇനി ക്യാമറ ഓഫ് ചെയ്യട്ടാ. ഇത് പറഞ്ഞു ലഭിച്ച പോലെ തോന്നുമെങ്കിൽ സത്യം പറയും ഇത് പറഞ്ഞുകൊണ്ട് നേരത്തെ പറഞ്ഞതാണ്. ഞാൻ ഇങ്ങനെ ചെയ്യും. നമ്മളിന്ന് ചിക്കൻ വാങ്ങുക എന്നൊക്കെ പ്ലാൻ ചെയ്തതാ. പാവം അല്ലടാ. മറ്റേ ഫേക്ക് വാട്സാപ്പ് ചാറ്റ് ഒക്കെ ഉണ്ടല്ലോ. അളിയെ ഞാൻ ചിക്കൻ വാങ്ങും. നൈസ് കാർ. സത്യം പറഞ്ഞാൽ അവൻ വെറുതെ ചെയ്തതല്ല. വെറുതെ ചെയ്തതാണ്. നമ്മളിപ്പോ കാണുമ്പോ അല്ലല്ലോ, പ്ലാൻ ചെയ്ത് ചെയ്തതല്ല. അവിടെ നിർത്തണം. ദൈവമേ വരണ്ടായിരുന്നു. പ്ലാനല്ല സത്യം പറഞ്ഞാൽ. നമ്മള് നേരത്തെ ഉച്ചയ്ക്ക് ഇതുപോലെ തന്നെ ബിസ്ക്കറ്റ് കൊടുത്ത കണ്ടില്ലേ നിങ്ങൾ? അതാണ് സംഭവം. നമ്മൾ വിട പറയണം. ഓക്കെ ബൈ. ദാറ്റ്സ് ഇറ്റ്. റെഡി ആക്ഷൻ. മണ്ടാ വീഡിയോ. ചിരിക്കൂ. മാനത്തെ പറവകളെ പോലെ നാം മുന്നോട്ട്. ദിശയില്ല വഴിയില്ലാതെ സഞ്ചാരം വന്നു.
ടാറ്റാ